മകരവിളക്ക് മഹോത്സവത്തിനൊരുങ്ങി ശബരിമല. ഇനി 4 ദിവസം മാത്രമാണ് മകരവിളക്ക് മഹോത്സവത്തിനുള്ളത്. ഇതിന്റെ ഭാഗമായി ഇന്നു മുതൽ കൂടുതൽ ഭക്തർ എത്തിത്തുടങ്ങും എന്നാണ് കണക്കാക്കുന്നത്. ഇന്നലെ ശബരിമലയിൽ ദർശനം നടത്തിയത് 82,173 ഭക്തരാണ്. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു സന്നിധാനത്തു നിന്നും. ശിവദാസ്, മകരവിളക്ക് മഹോത്സവത്തിനായി ഇനി വെറും 4 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ മഹോത്സവത്തിനായുള്ള ഒരുക്കത്തിലാണോ ശബരിമലയും സന്നിധാനവും ഒക്കെ? അതോടൊപ്പം തിരക്ക് വർദ്ധിക്കുന്ന ഒരു കാഴ്ചയും കൂടിയല്ലേ കാണാൻ കഴിയുന്നത്? തീർച്ചയായും രോഹിണി, മകരവിളക്ക് മഹോത്സവത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ശബരിമല. ഇനി വെറും 4 ദിവസം മാത്രമാണ് മകരവിളക്ക് മഹോത്സവത്തിനുള്ളത്. ജനുവരി 14-നാണ് മകരവിളക്ക് മഹോത്സവം. ജനുവരി 12-ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കും. അതിനുശേഷം ജനുവരി 14-ന് സന്നിധാനത്തെത്തും. മകരവിളക്ക് മഹോത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ അടക്കം ഇവിടെ നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പുതിയ പോലീസിൻ്റെ ബാച്ചും ചുമതലയേറ്റിട്ടുണ്ട്. 1543 പോലീസുകാരാണ് ഈ 6ാം ബാച്ചിൽ ഉള്ളത്. SP സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ശബരിമല മഹോത്സവത്തിന് വേണ്ടി ഇപ്പോൾ പുതുതായി ചുമതല ഏറ്റിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് മുതൽ കൂടുതൽ ഭക്തർ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനി വെറും 4 ദിവസം മാത്രമേ ഉള്ളൂ മകരവിളക്ക് മഹോത്സവം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ ഇന്നു മുതൽ എത്തും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. കഴിഞ്ഞ 2-3 ദിവസമായി ഭക്തരുടെ എണ്ണത്തിൽ അല്പം കുറവ് ഉണ്ടായിരുന്നു. ഇന്നലെ ദർശനം നടത്തിയത് 82,173 പേരാണ്. അതിന് തൊട്ടു മുൻപുള്ള 2 ദിവസവും 1 ലക്ഷത്തിൽ താഴെ മാത്രമായിരുന്നു ദർശനത്തിന് എത്തിയത്. അതിന് മുൻപുള്ള ദിവസങ്ങളിൽ 1 ലക്ഷത്തിൽ കൂടുതൽ പേർ ദർശനങ്ങൾ നടത്തിയിരുന്നു. അതായത് ഈ മകരവിളക്ക് മഹോത്സവത്തിന് നട തുറന്നതിന് ശേഷം പ്രതിദിനം ഏകദേശം 1 ലക്ഷത്തിൽ കൂടുതൽ ഭക്തർ എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിന് വ്യത്യസ്തമായി ഇന്നലെ മാത്രമാണ് 1 ലക്ഷത്തിൽ താഴെ മാത്രം ഭക്തർ ശബരിമലയിലേക്ക് എത്തിയത്. പക്ഷേ ഇന്നു മുതൽ വീണ്ടും തിരക്ക് വർദ്ധിക്കും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഇപ്പോഴും അത്തരത്തിലുള്ള തിരക്ക് തന്നെയാണ് ശബരിമലയിൽ തുടരുന്നത്. കൂടുതൽ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി മുതൽ ഭക്തർ ഇവിടേക്ക് എത്തുമ്പോൾ ഭക്തർ ഇവിടെ തമ്പടിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് സന്നിധാനത്തും അതോടൊപ്പം തന്നെ സന്നിധാനത്തിന്റെ വിവിധ ഇടങ്ങളിലുമടക്കം ഇത്തരത്തിൽ പർണശാലകൾ കെട്ടി അവർ തമ്പടിക്കുന്ന ഒരു കാഴ്ച വ്യത്യസ്ത ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ അത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിന് എല്ലാം തന്നെ കൃത്യമായൊരു നിയന്ത്രണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. പ്രത്യേകിച്ച് പർണശാല ഇങ്ങനെ കിട്ടുമ്പോൾ അതിന് തൊട്ടടുത്ത് അടുപ്പ് കൂട്ടി അവിടെ തീ കത്തിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ക്രമീകരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിലയ്ക്കൽ മുതൽ തന്നെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലയ്ക്കലിൽ വാഹനങ്ങൾക്ക് കൃത്യമായ നിയന്ത്രണം ഉണ്ട്. അതോടൊപ്പം തന്നെ പമ്പയിലും അത്തരത്തിലുള്ള നിയന്ത്രണം ഉണ്ട്. മരക്കൂട്ടം മുതലാണ് സന്നിധാനത്തേക്ക് വലിയ ഒരു നീണ്ട ക്യൂ ഉള്ളത്. പലപ്പോഴും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 1 ലക്ഷത്തിൽ താഴെ മാത്രമാണ് ഭക്തരുടെ എണ്ണം എങ്കിൽ പോലും കൂടുതൽ സമയം അവർക്ക് ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം അത് ഇപ്പോഴും ഉണ്ട്. 8, 9, 10 മണിക്കൂറുകളൊക്കെ ക്യൂ നിന്ന് വേണം ഇവർക്ക് സന്നിധാനത്തെത്താൻ. കഴിഞ്ഞ 2-3 ദിവസമായി വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ മരക്കൂട്ടത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്കറിയാം നിയന്ത്രണം പാളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്നും അടക്കം അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരുന്നതായി നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി തിരക്കിന് അല്പം കുറവുണ്ട്. പക്ഷേ വീണ്ടും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഇതര സംസ്ഥാനത്ത് നിന്നടക്കം നിരവധി ഭക്തരാണ് എത്തുന്നത്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ശിവദാസ്, പ്രധാനമായും ഉയരുന്ന ചോദ്യവും അതാണ്. കാരണം സാധാരണഗതിയിലുള്ള തീർത്ഥാടന തിരക്ക് പോലും നിയന്ത്രിക്കുന്നതിന് പലപ്പോഴും പോലീസിന് വീഴ്ച പറ്റുന്നുണ്ട്. നമ്മൾ കണ്ടതാണ്. കിലോമീറ്ററുകളോളം നീളുന്ന ക്യൂ, മണിക്കൂറുകളോളം അത് അങ്ങനെ നീണ്ടു നിൽക്കുന്നു. പലപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്ന് മോശം പെരുമാറ്റം പോലും തീർത്ഥാടകർക്ക് നേരെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഇനി വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹം തന്നെ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങൾ വളരെ അത്യാവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളൊക്കെ എത്രത്തോളം സജീവമായി തന്നെ നടക്കുന്നുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള കൂടിയാലോചനകൾ, മീറ്റിംഗുകൾ ഒക്കെ എത്ര കണ്ട് പുരോഗമിച്ചിട്ടുണ്ട്?
രോഹിണി, ഇതുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗം നടക്കും. പോലീസിൻ്റെ യോഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. അതായത് നിയന്ത്രണം തന്നെയാണ് പ്രധാനം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ ഭക്തരുടെ എണ്ണം വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ പല ഇടങ്ങളിലും നിയന്ത്രണം പാളുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. പലപ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്നും മോശം അനുഭവങ്ങൾ, അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പരാതികളെല്ലാം തന്നെ നിരവധി ഉണ്ടായിരുന്നു. മലക്കൂട്ടത്തടക്കം പോലീസ് ലാത്തി വീശുന്ന ഒരു സംഭവം വരെ ഉണ്ടായിരുന്നു. ഭക്തരോട് മോശമായി പെരുമാറുന്നു, അവരെ പിടിച്ചു വലിച്ച് തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ മണിക്കൂറുകളോളം വരിയിൽ നിൽക്കുന്ന ഭക്തരോട് പോലീസ് വളരെ മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അശാസ്ത്രീയമായ ഒരു നിയന്ത്രണം തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റത്തിന് കാരണം. ഭക്തർ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സന്നിധാനത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പമ്പ മുതൽ ഉള്ള നിയന്ത്രണ സമയത്ത് ഇത്തരത്തിലുള്ള കൂടുതൽ ബുദ്ധിമുട്ടുകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതായത് നിയന്ത്രണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായും പാളുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇപ്പോൾ മകരവിളക്ക് മഹോത്സവമാണ്, അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ളത്. പ്രത്യേകിച്ച് നിലയ്ക്കലിൽ വാഹനങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തും. വാഹനങ്ങൾ പമ്പ ഭാഗത്തേക്ക് കടത്തിവിടില്ല. അത് നിലവിൽ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പമ്പ മുതൽ ഉള്ള നിയന്ത്രണം കർശനമാക്കാനുള്ള ഒരു തീരുമാനവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. പമ്പ മുതൽ തന്നെ ഇങ്ങോട്ട് മകരക്കൂട്ടം വരെ പ്രത്യേക ക്യൂ ആയിട്ടാണ് ഭക്തരെ കടത്തിവിടുന്നത്. അവിടെ മുതൽ തന്നെ നിയന്ത്രണം ആരംഭിക്കും. ഇങ്ങനെ ഓരോ ബാച്ചുകളായിട്ടാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുക. മകരക്കൂട്ടം മുതൽ ശരംകുത്തി വഴി ആണ് ഭക്തരെ കടത്തിവിടുന്നത്. അപ്പോൾ അവിടേക്ക് ഓരോ ബാച്ചുകളായിട്ടാണ് കടത്തിവിടുന്നത്. നിലവിൽ തന്നെ 7-8 മണിക്കൂറുകൾ അവർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട് ഇനി സന്നിധാനത്തേക്ക് എത്താൻ. ഇനി കൂടുതൽ അത് വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം പോലീസ് നിയന്ത്രണം കടുപ്പിക്കുമ്പോൾ ഭക്തർ കൂടുതൽ സമയം വരി നിൽക്കേണ്ട ഒരു സാഹചര്യം ഇനിയും ഉണ്ടാകും. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നിയന്ത്രണം പാളുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് മകരവിളക്കിലെ മഹോത്സവത്തോടനുബന്ധിച്ച് കൂടുതൽ ഭക്തർ എത്തുമ്പോൾ അത് ഭക്തരെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി തന്നെ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല.